എന്തായി? ഓ ഒന്നുമില്ലടി, അച്ഛനെ ആ സമയത്ത് ഉള്ളതുകൊണ്ട് ഇട്ട്. പക്ഷെ എന്നാലും നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോടാ. അതങ്ങനെ തന്നെയാണ്. ഇങ്ങനെയൊക്കെ കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷല്ലേ. എന്നാ അച്ഛൻ ആ ഒരു സമയത്ത് ഒരു 10 രൂപ കിട്ടും. അതെല്ലാം കൂടെ ഇപ്പൊ ഏകദേശം ഒരു 10-22 രൂപ ഉണ്ട്. 22 ലക്ഷം. എന്റെ മോളെ നിനക്കൊരു 5 പവന്റെ മാല മേടിക്കാൻ പിള്ളേർക്ക് എനിക്കൊരു ബൈക്ക് ഷോറൂം. 22,000 ചില്ലുവാൻ രൂപ. എത്ര? അച്ഛൻ ഡെപ്പോസിറ്റ് 10,000 രൂപ. പലിശയും എല്ലാം കൂടെ ചേർത്തിട്ട് 22 ചില്ലറുണ്ട്. 22,400 അങ്ങോട്ടുണ്ട്. മക്കളെ, ഇന്ന് ഞാൻ എവിടെ കിടക്കേണ്ടത്? അവിടെ കിടക്കണോ ഇവിടെ കിടക്കണോ? എന്തോന്നാണ് എന്റെ ആഹാരം ഇന്ന്? അവിടെ നിന്നാണോ ഇവിടെ നിന്നാണോ? അല്ല, നമ്മള് മറ്റേ സന്തോഷ വാർത്ത നമുക്ക് പറയണ്ടേ? അറിഞ്ഞില്ലേ? ന്യൂ ഇയറിന് കുഴപ്പം പരിപാടിയായിരുന്നു. നമ്മളവിടുത്തെ ഫ്രണ്ട്സ് ക്ലബില്ലേ? എന്താണ് പറ? ഫ്രണ്ട്സ് കഴിഞ്ഞ പ്രാവശ്യത്തെ ശരിയാക്കി തന്നതാണ്. ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. അവിടെ ആണെങ്കില് കിടിലം പൊളപ്പം പരിപാടി, റെക്കോർഡ് ഡാൻസ്, ഹാസ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഫോട്ടോ എടുപ്പ് മത്സരം ഉണ്ടായിരുന്നു. ഞാനും ചന്ദ്രയല്ലേ കിടിലം പൊക്കൾ. എന്തെന്ന്? അല്ല, പിക്കിൾ. എന്റെ പൊന്നു അണ്ണ, അതെന്തെന്നറിയാമോ? ബെസ്റ്റ് കപ്പിളില്ലേ? കപ്പിളിനാണോ നീ പൊക്കിൾ? അത് എനിക്ക് അങ്ങനെ പറഞ്ഞ നാക്ക് തിരിയത്തില്ല, പറഞ്ഞില്ലേ? ഞാൻ പറയട്ടെ, ഇനിയിപ്പോ നിങ്ങൾ അവിടെ പോയൊന്നും ചെയ്യണ്ട. നമുക്ക് ഫോണില് ഫേസ്ബുക്കിൽ എടുത്തതിന് ഒരുപാട് കപ്പിൾ ചലഞ്ചസ് ഉണ്ട്. ഫോട്ടോ ഒക്കെ നമുക്ക് ഇട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് കപ്പിൾ ചലഞ്ച് എന്ന് പറഞ്ഞാൽ? കപ്പിൾ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് വൈഫിന്റെ കൂടെ ഇങ്ങനെ നിന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യും. അപ്പൊ അത് ഏറ്റവും നല്ല ഫോട്ടോയ്ക്ക് ഒരു സമ്മാനം തരുന്ന പരിപാടിയാണ്. അതാണ് ചലഞ്ച്. സ്വന്തം പെണ്ടാട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് എന്തോന്ന് ചലഞ്ച്? കണ്ടവന്റെ പെണ്ടാട്ടിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോഴേ ഒരു ചലഞ്ച്. കണ്ടണ്ണ, അപ്പൊ ഇങ്ങേരിക്ക് നീ കണ്ടവന്റെ പെണ്ടാട്ടിയുടെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് അത് ഫേസ്ബുക്കിൽ ഇടണം, എന്നിട്ട് നിങ്ങൾക്ക് ആഘോഷിക്കണോ അല്ലേ? കണ്ട ചലഞ്ച് ഇറങ്ങി വരണ കണ്ട. താങ്കളാണ് കല്യാണം കഴിക്കാഞ്ഞത്? എന്റെ സാറേ, എന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, ഞാനൊരു പെൺകുട്ടിനെ 3-3.5 വർഷമായിട്ട് സ്നേഹിച്ചു. എന്നിട്ട് സർക്കാർ ഉദ്യോഗസ്ഥനെ കണ്ടപ്പോ നമ്മ വേദി കോണിക്കാരനാണല്ലോ, അവള് നമ്മളെ കളഞ്ഞിട്ട് അങ്ങോട്ട് പോയി. എന്തിനാ ഇവരുടെ കഥയൊക്കെ നമ്മൾ അറിയണം? നമുക്ക് അകത്തോട്ട് പോകാം. നീ ഒന്നും ഉണ്ടായിരുന്നടി? നിന്റെ കൂട്ടുകാരികൾ ഉണ്ടോ ഇതേപോലത്തെ സ്വഭാവം ഉള്ളത്? അല്ല, നിനക്ക് അങ്ങനെയുള്ള സ്വഭാവം ഇല്ലെന്ന് എനിക്കറിയാം. കാരണം ഇവക്ക് അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. കാരണം ഇവിടെ കൂട്ടിലിട്ട് വളർത്തിയതാണ്. പിന്നെ പെണ്ണാണ്, പക്ഷെ മിടുക്കിയാണ്. അങ്ങനെ പിടിക്കാം. എന്നിട്ട് ബാക്കി പറഞ്ഞില്ല? ബാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഒരു 3-3.5 വർഷം ഞാൻ അവളെ സ്നേഹിച്ചു. ഞാൻ അവൾക്ക് മേടിച്ചു കൊടുക്കാത്തൊന്നുമില്ല. മാല, കമ്മല്, മാക്സി, പാദസ്വരം, എന്തിന് കൃഷ്ണന്റെ പടം വെച്ച മോതിരം വരെ ഞാൻ മേടിച്ചു. കൃഷ്ണന്റെ അല്ല, രാമന്റെ ആണ്. അതെ, കണ്ടോ? അവളെ കള്ളം പറഞ്ഞ അവളെ കണ്ടുപിടിക്കുന്നു. അത്ര പൊട്ടിയൊന്നുമല്ല, അവള് മിടുക്കിയാണ്. അതെ, പൊട്ടിയാന്ന് വെറുതെ വിചാരിക്കാം. അവള് മിടുക്കിയാണ്, മിടുക്കി. എന്നിട്ട് ബാക്കി പറ. ബാക്കി എന്താണ്? അവിടെ ലാസ്റ്റ് നമ്മളെ തേച്ചിട്ട് പോയി. വേറെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. പണി എടുക്കട്ടെ. മറ്റേ റേഡിയോ മുക്കിലുള്ള അവിടെ ഞങ്ങളുടെ ഇതിന് പെൺപുലിക്ക് പരസ്പര സഹായത്തിൽ ലോൺ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒന്നും പോണ്ട, അത് മറ്റേ RDP കാരന്മാരെയാണ്. അവിടെ പോയി ഇനിയിപ്പോ ലോണും കീണൊന്നും എടുക്കണ്ട നിങ്ങള്. RDP കാരാണെങ്കിൽ നമുക്ക് എന്താ, ഞങ്ങൾക്കാ തരുന്നത്, പെൺപുലിക്കാ തരുന്നത്. എന്റെ ലില്ലി മോളെ, ഇപ്പൊ തന്നെ എനിക്ക് ഇഷ്ടം പോലെ പേര് ദോഷമുണ്ട്. ഇനി ഒപ്പം ഇതും കൂടെ ആയി കഴിഞ്ഞിട്ട് വേണം അവന്മാര് പറഞ്ഞു കിടക്കാൻ ഈ RDPയുടെ ചെലവിലാണ് ക്ലീറ്റോന്റെ വീട് കഴിയണേന്ന്. നമ്മക്കാ തരുന്നത് ഞങ്ങൾക്ക്. പക്ഷെ ഞാൻ ചോദിച്ചിട്ട്, ഈ സംഘത്തിന്റെ പ്രസിഡന്റ് ആരാ? ഞാൻ ആണല്ലോ. നീ എന്റെ ആരാ? ഭാര്യ അല്ലേ? അല്ലേ? ആണല്ലോ. അപ്പൊ എന്നിട്ട് വേണം ഇനി ഈ പേരുദോഷം കേൾക്കാൻ. എന്റെ ചേട്ടാ, ഞങ്ങളെ കാത്ത് പെണ്ണുങ്ങളെല്ലാം കൂടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്. ഇപ്പൊ തന്നെ ആവശ്യത്തിനധികം പേരുദോഷം എനിക്കുണ്ട്. ഓരോരുത്തമാര് പറഞ്ഞു നടക്കണത് ഞാൻ അൻസാറിന് പഞ്ചായത്ത് അനുവദിക്കുന്ന ഫണ്ട് ചെയ്ത് കൈയിട്ട് വാരിയാണ് ഇവിടെ കഴിയണേന്ന്. ഇനി അതിന്റെ കൂട്ടത്തിൽ ഈ പേരുദോഷം കൂടെ ആയാ കൈയിട്ട് വാരുമ്പോ ആലോചിക്കണം.